നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓരോ വ്യക്തിയും തൻ്റെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ചിലപ്പോഴൊക്കെ അശ്രാന്ത പരിശ്രമം നടത്തിയാലും വിജയം നമ്മളിൽ നിന്നും അകന്നു നിൽക്കുകയാണ് പതിവ്. എത്ര പരിശ്രമിച്ചാൽ പോലും ചില സമയങ്ങളിൽ വിജയം ലഭിക്കാതെ വരുന്നൊരവസ്ഥ. ജീവിതത്തിൽ ഒന്നിനു പുറമെ ഒന്നായി പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പ്രശ്നങ്ങളുടെ കാരണം മനസ്സിലാക്കാതെ നമ്മൾ ആശങ്കപ്പെട്ടുകൊണ്ടേയിരിക്കും. മനസ്സിനെ വല്ലാതെ ഉഴറ്റുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കും തോറും ആഴത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം, കാരണമില്ലാത്ത പ്രശ്നങ്ങൾ. എന്നാൽ നമ്മുടെ പല ദുശ്ശീലങ്ങളുമായിരിക്കും മറ്റ് നമ്മുടെ ഭവനത്തിലെ ചില വാസ്തുദോഷങ്ങൾക്ക് കാരണമാകുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? എന്നാൽ അറിഞ്ഞുകൊള്ളൂ, സനാതന ധർമ്മത്തിൽ വാസ്തുശാസ്ത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട്. വാസ്തുദോഷമുള്ള വീട്ടിൽ എപ്പോഴും അഭിപ്രായ വ്യത്യാസവും അഭിപ്രായ ഭിന്നതകളും അവിടുത്തെ അംഗങ്ങൾക്കിടയിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവണമെങ്കിൽ ഭവനത്തിൽ വാസ്തു അത്യാവശ്യമായിട്ട് വേണ്ടത് കാര്യമാണ്. അപ്പോൾ നമ്മുടെ ചില മോശമായ പ്രവൃത്തികൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ തെറ്റുകൾ ഭവനത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്ന് ഈ വീഡിയോയിലൂടെ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മൾ അറിയാതെ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ ഭവനത്തിലെ വാസ്തുദോഷത്തിനും കാരണമില്ലാത്ത പ്രശ്നങ്ങളിലേക്ക്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്ക്, സാമ്പത്തിക ഭദ്രതയില്ലാത്ത അവസ്ഥയിലേക്കും പോകും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി, ഭവനത്തിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ പ്രവൃത്തികൾ മൂലം ഉണ്ടാകുന്ന ചില വാസ്തു പ്രശ്നങ്ങൾ ഇങ്ങനെ അകാരണമായ ധാരാളം വിഷമങ്ങളിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കും നമ്മളെ നയിക്കുന്നു. അതിൽ ആദ്യത്തെ ഒരു കാരണമാണ് കണ്ടയിടത്ത് തുപ്പുന്നത് ഒഴിവാക്കേണ്ടത്. നമ്മൾ പലരും ഗൗനിക്കാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് പലയിടങ്ങളിൽ തുപ്പുന്നത്. അതായത് ഒരു വശത്ത് അണുബാധയ്ക്ക് ഇത് കാരണമാകുമെങ്കിൽ പോലും ജ്യോതിഷവും വാസ്തുശാസ്ത്രം അനുസരിച്ച് നമ്മുടെ പേരും പ്രശസ്തി ബഹുമാനം എന്നിവയ്ക്ക് ഇത് ദോഷം ചെയ്യുമെന്ന് മനസ്സിലാക്കുക ഇനിയെങ്കിലും. അതായത് റോഡിലൂടെ പോകുമ്പോഴാകട്ടെ, അല്ലാത്ത പക്ഷമാകട്ടെ, ഭവനത്തിൽ നിന്ന് തന്നെ ചില മുറുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, ഇരുന്ന് പുറത്തേക്ക് നീട്ടിത്തൂക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഈ ശീലം മൂലം ബുധൻ, സൂര്യൻ എന്നീ ഗ്രഹങ്ങൾ നമുക്ക് മാനസികമായും സാമ്പത്തികമായും ഒരു ഭദ്രതയില്ലാത്ത അവസ്ഥയും, അല്ലെങ്കിൽ സാമ്പത്തികമായും മാനസികമായും ഒരു അച്ചടക്കവും, അല്ലെങ്കിൽ നമുക്കറിയില്ല അകാരണമായ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അതുകൊണ്ട് ഏവരും ശ്രദ്ധിക്കുക. ഭവനത്തിൽ വെച്ചാണെങ്കിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഭവനത്തിൽ ഇരുന്നു കൊണ്ട് പുറത്തോട്ട് തുപ്പുന്നത്, അല്ലെങ്കിൽ മുറ്റത്ത് തന്നെ നടക്കുവാണെങ്കിൽ അവിടെ തന്നെ തുപ്പി വീഴുന്നത്, അത് അണുബാധ ഉണ്ടാകും എന്നത് ഒരു വശം. അതുകൂടാതെ ഇങ്ങനെയുള്ള വാസ്തുദോഷങ്ങൾക്കും നമ്മൾക്ക് തന്നെ കാരണമില്ലാത്ത കാരണങ്ങൾ മൂലം എന്ത് ദോഷമെന്ന് നമ്മൾക്കറിയുന്നില്ല, പക്ഷെ കാരണവും ഇല്ല, ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുക. ചെറിയൊരു പ്രശ്നമായിരിക്കും, പക്ഷെ അത് ഉരുപിരിപ്പിച്ച് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. എത്ര അതിനെ തടയാൻ ശ്രമിച്ചാൽ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് ഏവരും ശ്രദ്ധിക്കുക. ഇങ്ങനെ കണ്ടയിടത്ത് തുപ്പുന്ന ഒരു സ്വഭാവം, അതായത് എവിടെയെങ്കിലും തുപ്പണമെങ്കിൽ ദൂരോട്ട് മാറി വീട്ടിലിരുന്ന് കൊണ്ട് പുറത്തേക്ക് തുപ്പുന്ന ഒരു സ്വഭാവം ചില ആളുകൾ കാണിക്കാറുണ്ട്. മുതിർന്നവർ ചെയ്യുന്നതാണ് കുട്ടികളും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ശീലം ഒഴിവാക്കേണ്ടത് നമ്മുടെ പേരും പ്രശസ്തിയൊക്കെ നശിപ്പിക്കുന്ന തരത്തിലുള്ള രീതിയിലേക്ക്, വാസ്തുദോഷങ്ങളിലേക്കും ഇത് പോകും. അതുകൊണ്ട് ഇത് ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അടുത്തത് ചെരുപ്പ്. ശനിയുടെ ദോഷഫലങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരിക്കലും ചെരുപ്പ് ചിതറിയിടാതിരിക്കുക. ചെരുപ്പ് കൊണ്ടുവന്ന് പലയിടങ്ങളിലും നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. ശനി പാദങ്ങളുടെ ഘടകമായി കണക്കാക്കപ്പെടുന്നത് കൊണ്ട് അതിനാൽ പാദവുമായി ബന്ധപ്പെട്ട് ഏത് കാര്യവും ക്രമത്തിൽ വേണം ചെയ്യാനായിട്ട്. അതിൽ ഏറ്റവും പാദത്തെ സംരക്ഷിക്കുന്ന കാര്യമായ ചെരുപ്പ്, പാദരക്ഷകൾ, പഴയ ഷൂസും ചെരുപ്പും ഒക്കെ വീട്ടിൽ സൂക്ഷിക്കുന്നത് നെഗറ്റീവ് എനർജി, അതായത് ചെറിയ പൊട്ടൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഷൂ ലേസ് നഷ്ടപ്പെട്ട് പോയതും, അല്ലെങ്കിൽ കീറിയതും ഒക്കെ, നിറം മങ്ങിയതും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചത്, അല്ലെങ്കിൽ കാശ് ഒരുപാട് മുടക്കി വാങ്ങിച്ചതാ എന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ വെക്കാറുണ്ട്. അത് നമുക്ക് ഉപയോഗമില്ലാത്ത ഇങ്ങനെയുള്ള വസ്തുക്കൾ ഒഴിവാക്കുക. കാരണം നെഗറ്റീവ് എനർജി നമ്മളിലേക്കും ഭവനത്തിലേക്കും, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള അവസ്ഥയിലേക്ക് പോകാൻ ഇത് കാരണമാക്കുന്നുണ്ട്. അതുമല്ല, ഇത് വീട്ടിൽ അനാവശ്യ തരത്തിലുള്ള വഴക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യത, ഈ നെഗറ്റീവ് എനർജി മൂലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം ഭവനത്തിൽ ശനിയുടെ ദോഷപരമായ നെഗറ്റീവ് ദൃഷ്ടി വരുന്നതാണ് ഇതിന് പ്രധാന കാരണമാകുന്നത്. അതുകൊണ്ട് ചെരുപ്പ് ഉപയോഗിച്ച ശേഷം വളരെ സൂക്ഷ്മമായിട്ട് വെക്കുക, സൂക്ഷിച്ചു വെക്കുക. നാളെ നമുക്ക് ആവശ്യമുള്ളതാണ്. എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഖേന നെഗറ്റീവ് എനർജി ഉണ്ടാകുന്നത്? നമ്മളാൽ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സൂക്ഷിച്ചു വെക്കുക. പുറത്തു പോയതിനു ശേഷം അത് സൂക്ഷിച്ചു വെക്കേണ്ടത് സൂക്ഷിച്ച് തന്നെ വെക്കുക. അതായത് എച്ചിൽ പാത്രങ്ങൾ,
ഭക്ഷണം കഴിച്ചതിന് ശേഷം എച്ചിൽ പാത്രങ്ങളുമായി വളരെ നേരം ഇരിക്കുകയോ രാത്രിയിൽ അടുക്കളയിലെ സിങ്കിൽ എച്ചിൽ പാത്രങ്ങൾ ഉപേക്ഷിച്ച് ഇട്ടതിന് ശേഷം രാവിലെ ആകട്ടെ എന്ന് കരുതി മാറ്റിവെക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. ഇതുപോലെ പ്ലേറ്റിൽ തന്നെ കൈ കഴുകി ഒഴിക്കുന്ന ചില സ്വഭാവം അത് പ്രായമായവരിലായാലും അല്ലെങ്കിൽ കുട്ടികളിലായാലും അത് മുതിർന്നവരിൽ തന്നെ ചെറുപ്പക്കാരിലും ടീനേജേഴ്സിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ടീനേജ് ആളുകൾ ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ പുറത്തോട്ടത്തിൽ ജോലിക്ക് പാരാൻ നിൽക്കുന്ന സമയങ്ങൾ ചെയ്യുന്ന ഒരു എളുപ്പ പ്രവൃത്തി ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഇപ്പോൾ കമ്പ്യൂട്ടർ ലാപ്ടോപ്പിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ എളുപ്പത്തിൽ കഴിച്ചതിന് ശേഷം പാത്രത്തിൽ തന്നെ ഗ്ലാസ്സിലിരുന്ന് വെള്ളം എടുത്ത് ഒഴിച്ച് കൈ കഴുകാറുണ്ട്. അത് നല്ല ശീലമല്ല. അത്തരം വീടുകളിൽ ഐശ്വര്യം ഉണ്ടാകില്ല. നമ്മൾ എന്തിനാണ് ജോലി ചെയ്യുന്നത്? ഐശ്വര്യം സമ്പാദിക്കാൻ, അഭിവൃദ്ധി, സമൃദ്ധിക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ നമ്മളായി ചെയ്യുന്ന പ്രവൃത്തി, അതായത് ചില ആളുകൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന തിരക്കിനിടയ്ക്ക് ഓടി വന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് അങ്ങ് പോകും. അപ്പോൾ കൈ കഴുകുകയും ചെയ്ത് നമ്മുടെ കാര്യം നടന്ന് എനിക്ക് ധൃതി ഉണ്ടെന്ന് പറഞ്ഞ് വീണ്ടും കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ അടുത്ത് പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ സമ്പാദിക്കാൻ വേണ്ടിയാണ് അവിടെ ജോലി ചെയ്യുന്നത്. ആ ജോലിക്ക് ഒരു ഗുണമില്ലാതെ ഒരു പ്രവൃത്തിയിലേക്കാണ് നമ്മൾ ഈ ചെയ്തു വെച്ചിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ശാരീരികവും സാമ്പത്തികവുമായ അഭിവൃദ്ധിയെ ത്വരിതപ്പെടുത്തുന്ന രീതിയിലാണ് ഈ കാര്യം ഒരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല. എച്ചിൽ പാത്രങ്ങൾ ആഹാരം കഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ പാത്രം കഴുകി വെച്ചിട്ട് വേണം അടുത്ത ഏത് പ്രവൃത്തികളിലേക്കും നീങ്ങാനായിട്ട്. അതുപോലെ വെള്ളം പാഴാക്കുന്നത്, ഇപ്പോൾ മേൽക്കൂര ചോർന്നൊലിക്കുന്നത് ഒരിക്കലും നല്ലതല്ല. ഇതിൽ നിന്നുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച് വീട്ടിൽ സാമ്പത്തികമായി അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നതിന് വെള്ളം പാഴാകുന്നത് മൂലം, അതായത് പൈപ്പുകൾ അടച്ചു കഴിഞ്ഞാലും ഒത്തിരി നാളായി കഴിയുമ്പോൾ ലൂസായി പൈപ്പുകൾ എത്ര അടച്ചാലും അടയാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ വെള്ളം ഇറ്റിറ്റ് വീണുകൊണ്ടേയിരിക്കും. ചിലവരത് കെട്ടിയൊക്കെ വെക്കാൻ പൈപ്പ്, ഇപ്പോൾ സാമ്പത്തികമായിട്ട് പെട്ടെന്ന് ഒരു പൈപ്പ് ടാപ്പ് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അത് കെട്ടിയൊക്കെ വെക്കാറുണ്ട്. എങ്കിലും അവിടെ നിന്ന് വെള്ളം ഇറ്റിറ്റ് വീഴും. അപ്പോൾ വലിയ വിലയൊന്നുമില്ല. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയൊരു പൈപ്പ് വാങ്ങിച്ച് അല്ലെങ്കിൽ ടാപ്പ് വാങ്ങിച്ച് അത് സുരക്ഷിതമായി വെള്ളം നാളെയും നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അതിലൂടെ നമ്മുടെ സാമ്പത്തികമായും അല്ലെങ്കിൽ വാസ്തുപരമായി നമുക്ക് അസുഖങ്ങൾ ഇതൊക്കെ ഭവനത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വളരെയേറെ ശ്രദ്ധിക്കുക. വെള്ളം അത് എവിടെ നിന്നത് നമ്മൾ ടാങ്കിൽ വെക്കാറുണ്ട്. ആ വെള്ളം അതിലും ചിലപ്പോൾ ചോർച്ച സംഭവിക്കാം. അല്ലെങ്കിൽ എങ്ങനെയായാലും ഇങ്ങനെ ചോർച്ച ഉണ്ടാകുന്ന കാര്യങ്ങൾ അത് വളരെ വേഗം ക്ലിയർ ചെയ്ത് അതിനെ മാറ്റി സാമ്പത്തികമായൊരു ഭദ്രത അല്ലെങ്കിൽ സുരക്ഷിതത്വം, സാമ്പത്തിക സുരക്ഷിതത്വം, ശാരീരിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ ഇങ്ങനെ നെഗറ്റീവ് ഊർജ്ജം വരുത്തുന്ന ചെടികളുണ്ട്. പല വീടുകളിൽ ചെടികളുണ്ടെങ്കിലും അവ പരിപാലിക്കപ്പെടാത്തതിനാൽ, അതായത് പരിപാലിക്കപ്പെടാന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന് നടുന്നതിനകത്ത് ഭയങ്കര ശുഷ്കാന്തി കാണിക്കും. നട്ട് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കാൻ താല്പര്യമില്ല. ഈ ചെടി അവിടെ നിന്ന് ഉണങ്ങി അതിൻ്റെ ഇലയും കരിഞ്ഞ് തണ്ടും കരിഞ്ഞ് വാടി ഒരു പരുവാകും. വേറെ ചിലപ്പോൾ വീട്ടിലെ കുട്ടികൾ ജോലിക്ക് പഠിക്കുന്നതിനൊക്കെ ഹോസ്റ്റലിൽ നിൽക്കുകയോ അവസ്ഥയെങ്കിൽ അവർ ചിലപ്പോൾ വീട്ടിൽ ലീവിന് വരുമ്പോഴായിരിക്കും ഇത് പിന്നെയും അവർ കൊണ്ട് നട്ടായിരിക്കും. അമ്മ ഇതിന് വെള്ളം ഒഴിച്ചില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവർ വെള്ളം ഒഴിക്കും. അപ്പോഴത്തേക്ക് ഇത് നശിച്ചു പോയിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഉണങ്ങി നിൽക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ വീട്ടിൽ നമ്മളെ നട്ട ഒരു ചെടി അല്ലെങ്കിൽ ഒരു സസ്യം അല്ലെങ്കിൽ ഒരു വൃക്ഷം, ഭാവിയിൽ ഒരു വൃക്ഷമാവാൻ പോകുന്നതാണ് അല്ലെങ്കിൽ ചെടിയാവാൻ പോകുന്നതാണ്. അതിൽ നിന്ന് നമുക്ക് കായ്കനികൾ ഭക്ഷിക്കാൻ ലഭിക്കുന്നതാണ്. അപ്പോൾ അത് ഇങ്ങനെ ഉണങ്ങിക്കരിഞ്ഞ് നിൽക്കുമ്പോൾ ആ നട്ട വ്യക്തിക്കും അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ടീനേജേഴ്സായ ആളുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഗാർഡനിങ്ങും കാര്യങ്ങളും. അപ്പോൾ അത് നമ്മളൊരു ഭവനത്തിൽ വേറൊരിടത്ത് ചെല്ലുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പൂ അല്ലെങ്കിൽ ഒരു ഫ്ലവർ അത് കൊണ്ടുവന്ന് വീട്ടിൽ നട്ടു വെക്കുമ്പോൾ അത് അന്നേരം ഒരു ശുഷ്കാന്തി അല്ലെങ്കിൽ അന്നേരം നല്ല കെയർ കൊടുക്കാനായി ശ്രമിക്കും. പക്ഷെ പിന്നെ കഴിയുമ്പോഴത്തെ എന്തെങ്കിലും കാരണം കൊണ്ട് വെള്ളം ഒഴിക്കുക. ഇന്നത്തെ ഈ ഒരു കാലാവസ്ഥ അമിതമായി ചൂടാണ്. ആ ചൂടിൽ ആ ചെടി നശിക്കാനും അതല്ലെങ്കിൽ വാടിക്കറിഞ്ഞ് എനിക്ക് ആരെങ്കിലും ഇച്ചിരി വെള്ളം ഒഴിക്കുകയോ എന്ന് പറഞ്ഞൊരു അവസ്ഥയിൽ അത് നിൽക്കുന്നത് കണ്ടാൽ തന്നെ ദയനീയം തോന്നും. അപ്പോൾ ആ നട്ട വ്യക്തിക്ക്, അത് ആരാണോ അത് ആ മണ്ണിൽ കുഴിച്ചു വെച്ച വ്യക്തിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതിനപ്പുറം തന്നെ ആ ഭവനത്തിനും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏവരും ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളെ ശ്രദ്ധിക്കപ്പെടാൻ പറ്റുന്ന കാര്യങ്ങളാണ് പാത്രം കഴുകി വെക്കുന്നത്, വെള്ളമൊഴിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ തുപ്പാതിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ ഭാവിയിൽ വീട്ടിൽ വാസ്തുദോഷങ്ങളും ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളാൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചൊന്ന് മുന്നോട്ട് പോകാൻ ഏവരും ശ്രമിക്കുക. നന്ദി, നമസ്കാരം.